ഇന്ന് നമുക്ക് മാവിൻ തൈ, കശുമാവിൻ തൈയിലേക്കൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയാലോ. അത് പരീക്ഷണം നടത്തി നോക്കാം. ഇതിനായി നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇത് മുന്നേ വെട്ടിയൊരു കശുമാവാണ്, ഇതിൽ വന്ന കൊമ്പാണ്. നിങ്ങൾക്ക് നേരെ വന്ന ചെറിയ കശുമാവിലും ഇത് ചെയ്ത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഇത് രണ്ടും സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ നമ്മൾ ചേരുന്ന രീതിയിൽ വെച്ചിട്ട് രണ്ട് സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കും. കണ്ടോ, നമ്മളിവിടെയും ഒരു ലൈൻ ഇട്ടു. ഇനി അതിനോട് ചേർന്ന് വരുന്ന ഭാഗം നമ്മളൊന്ന് ചെറുതായിട്ട് ചെത്തിക്കളയും. ചെറുതായിട്ട് രണ്ട് സൈഡും നമ്മൾ ചെത്തിക്കളയും. കണ്ടോ, ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ ഇപ്പോൾ ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ കൂട്ടി വെച്ച് നോക്കും. ഓക്കെ, കറക്റ്റ് ഫിറ്റാണോ എന്ന് നോക്കും. ഇതുപോലുള്ള ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്തുനിന്ന് നമ്മൾ എടുത്ത് കളയണം. ഒക്കെ ക്ലീനാക്കി വെക്കണം. ഓക്കെ, കൈയേറ്റ് തൊടരുത്. എന്നിട്ടൊരു നമ്മൾ വല്ല കയർ വെച്ചിട്ടോ ടേപ്പ് വെച്ചിട്ടോ ഇതുപോലെ കൂട്ടി കെട്ടി വെച്ചാൽ മതി. ഓക്കെ, ഞാൻ കൂടുതൽ ഉപയോഗിക്കൽ ഈ തരം റോളിംഗ് ടേപ്പുകളാണ്, പ്ലാസ്റ്റിക് ടേപ്പുകളാണ്. നിങ്ങൾക്ക് റോൾ ടൈപ്പും കിട്ടും, അല്ല സാധാ ടൈപ്പും കിട്ടും. ചെറിയ ഒരു 15-20 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള, അതായിരിക്കും ഒന്നുകൂടെ എളുപ്പം. ഞാൻ സാധാരണ അതാണ് ഉപയോഗിക്കാറ്. വലിയ ലെങ്ത്ത് ഉള്ളതിന് മാത്രമേ ഈ റോൾ ഉപയോഗിക്കാറുള്ളൂ. ഇതാണ് നോർമൽ ടൈപ്പ് ഗ്രാഫ്റ്റിംഗ് ടേപ്പ്. മണ്ണൂത്തിയിലെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് കിലോ തൂക്കത്തിനാണ് വാങ്ങിക്കാറ്. ഇതാണ് സാധാ ഗ്രാഫ്റ്റിങ്ങിന് ഒന്നുകൂടെ എളുപ്പം. സൈസ് കൂടുമ്പോഴാണ് നമ്മൾ റോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ടേപ്പൊക്കെ ചുറ്റി കൂട്ടിക്കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ആണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മളിവിടെ ചെറിയ മുറിവുകൾ ഇട്ട് കൊടുക്കും. കൂടാതെ ഇതിൻ്റെ ടോപ്പും കട്ട് ചെയ്ത് കൊടുക്കും. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ, ബാക്കി അപ്ഡേറ്റുകൾ പിന്നെ ചെയ്യാം. താങ്ക് യു.